ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർണാടകയിലെ കാർവാർ നാവിക താവളത്തിൽ അന്തർവാഹിനി യാത്ര നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്ത്. ഇന്ത്യയെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നതെന്നും യുവശക്തിയാണ് ഇതിനു പ്രധാന കാരണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ ഒഡീഷയിൽ BLOമാരുമായി സംവദിക്കും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കർണാടകയിലെ കാർവാർ നാവിക താവളത്തിൽ അന്തർവാഹിനി യാത്ര നടത്തി. ഗോവ, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ 4 ദിവസത്തെ സന്ദർശനത്തിലാണ് രാഷ്ട്രപതി. അന്തർവാഹിനിയായ INS വാക്ഷീറിൽ നടത്തിയ യാത്രയിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠിയും രാഷ്ട്രപതിയെ അനുഗമിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ പുതുച്ചേരി, കേരള, തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. പുതുച്ചേരിയിൽ രാവിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം നാളെ വൈകിട്ട് 6:30 ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും. പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. മറ്റന്നാൾ വർക്കലയിൽ 93ാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. ദേശീയ സുരക്ഷ മുതൽ കായിക രംഗം വരെയും ശാസ്ത്ര ലാബുകൾ മുതൽ ആഗോള വേദികൾ വരെയും വിവിധ മേഖലകളിൽ ഇന്ത്യ കരുത്തുറ്റ മുദ്ര പതിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ 2025 നിരവധി നിമിഷങ്ങൾ നൽകിയെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തിൽ പ്രകടിപ്പിച്ച ആവേശത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അനുമോദിച്ചു. ഇന്ത്യയെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഇന്ന് നോക്കുന്നതെന്നും യുവശക്തിയാണ് ഇതിന് പ്രധാന കാരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ തലമുറ പുത്തൻ രീതികളിലൂടെ ഭാരതീയ സംസ്കാരത്തിന്റെ വേരുകൾ മുറുകെ പിടിക്കുന്നതിൽ പ്രധാനമന്ത്രി ആഹ്ലാദം രേഖപ്പെടുത്തി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും ഇക്കാര്യത്തിൽ പങ്കുവഹിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിക്കുകയും എന്നാൽ വേണ്ടത്ര അംഗീകരിക്കപ്പെടാത്തതുമായ മഹാന്മാരെക്കുറിച്ച് അറിയാൻ സർക്കാർ വെബ്സൈറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. അത് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വിവേചനരഹിതമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുതെന്നും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ എന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. एंटीबायोटिक ऐसी दवाएं नहीं है जिन्हें यूं ही ले लिया जाए. इनका इस्तेमाल डॉक्टर की सलाह से ही करना चाहिए. मैं आप सभी से आग्रह करता हूं कि कृपया अपनी मनमर्जी से दवाओं का इस्तेमाल करने से बचें. PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന പ്രകാരം സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ കുടുംബങ്ങൾക്ക് 80,000 രൂപ വരെ സർക്കാർ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാരാണസിയിൽ നടന്നതും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സംഗീത ക്ലാസ്, ഹിന്ദുസ്ഥാനി നാടോടി സംഗീത പാരമ്പര്യങ്ങൾ, ക്ലാസിക്കൽ കലാശൈലികൾ എന്നിവയുടെ സംഗമസ്ഥാനം ആയി മാറിയതുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഉദാഹരണങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഗീതാഞ്ജലി സംഗീത ക്ലാസ് സ്ഥാപക ശ്രീമതി ഗീത അനന്ത് സന്തോഷം പ്രകടിപ്പിച്ചു. I truly feel honored, happy and proud that Geetanjali IISc was part of Honorable Prime Minister Shri Narendra Modi ji's Man Ki Baat today. Seeing the Geetanjali IISc group now receive the recognition it truly deserves, it truly makes us all feel happy and proud. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും അധ്യക്ഷത വഹിച്ചു. ഘടനാപരവും സുസ്ഥിരവുമായ സംഭാഷണങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിക്കും. 800 BLOമാർ യോഗത്തിൽ പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3ാം ഘട്ടത്തിന് മുന്നോടിയായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ 3 ദിവസത്തെ സന്ദർശനം ഇന്നലെ ആരംഭിച്ചിരുന്നു.
കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceokerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ശാസ്ത്രമേഖലയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ പരിഷ്കരണങ്ങളിൽ ഒന്നാണ് ആണവോർജ്ജ രംഗം സംബന്ധിച്ച ശാന്തി ബില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ധീരവും ഘടനാപരവുമായ പരിഷ്കരണങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബ്രിട്ടൻ, ഒമാൻ, ന്യൂസിലൻഡ് എന്നിവയുമായി 3 പ്രധാന സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെച്ച് ഇന്ത്യ ആഗോള വിപണികളിൽ ചുവടുറപ്പിച്ച വർഷമായിരുന്നു 2025. രാജ്യത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പുതിയ ദിശ നൽകിയ വർഷമായി 2025 മാറിയെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആന്ധ്രാപ്രദേശിലെ നരസാപുരം സന്ദർശിച്ചു. ഇവിടെ ഒരു ഗ്രാമത്തിൽ സജ്ജമാക്കിയ നിർമ്മിത ബുദ്ധി പരിശീലന കേന്ദ്രം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്ത് വലിയ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അഹമ്മദാബാദിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച നെറ്റ്കോൺ 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. स्वच्छ भारत मिशन में हमने हर घर के अंदर एक टॉयलेट का मिशन पकड़ा और अदरवाइज भी स्वच्छता एक बहुत बड़ा अभियान लिया और इसके कारण आज भारत के स्वास्थ्य के परिदृश्य को बदलने में फायदा. फिर फिट इंडिया का अभियान आया. आदतें अच्छी कर लो, फिट रहने के प्रयास करो तो अपने आप आयुष्य बढ़ जाएगा. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇക്കൊല്ലത്തെ പുരസ്കാരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിക്കും. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റെയിൽ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു. വിവിധ വിമാന കമ്പനികളും യാത്രാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ പരാതികൾ പരിഹരിക്കാൻ വ്യോമയാന മന്ത്രാലയം ന്യൂഡൽഹിയിൽ പാസഞ്ചർ അസിസ്റ്റൻസ് കൺട്രോൾ റൂം PACR പ്രവർത്തനക്ഷമമാക്കി. വിമാനയാത്രക്കാർക്ക് പിന്തുണ നൽകുന്നതിനായുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏകോപിത പരാതി പരിഹാര സംവിധാനമാണ് PACR എന്ന് മന്ത്രാലയം അറിയിച്ചു. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 8ാം ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 68 റൺസ് എന്ന നിലയിലാണ്. മഹാരാഷ്ട്രയിൽ നടന്ന W35 സോലാപൂർ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യൻ താരം വൈദേഹി ചൌധരി വനിതാ സിംഗിൾസ് കിരീടം നേടി. 25-കാരിയായ വൈദേഹി ഫൈനലിൽ ജപ്പാന്റെ മിഷിക ഒസേക്കിയെയാണ് പരാജയപ്പെടുത്തിയത്. 87ാമത് ദേശീയ സീനിയർ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഋത്വിക് സഞ്ജീവിക്ക്. വിജയവാഡയിൽ നടന്ന ഫൈനലിൽ ഭാരത് രാഘവിനെ പരാജയപ്പെടുത്തി. പുരുഷ ഡബിൾസിൽ ഹരിഹരൻ റൂബൻ കുമാർ സഖ്യം ചാമ്പ്യന്മാരായി. വനിതാ ഡബിൾസ് ഫൈനലിൽ ശിഖ ഗൌതം അശ്വിനി ഭട്ട് സഖ്യത്തിനാണ് കിരീടം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ യുക്രൈന് താൽപ്പര്യമില്ലെങ്കിൽ മോസ്കോ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഇന്നലെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫുമായി വിവിധ യുദ്ധവിഭാഗങ്ങളുടെ കമാൻഡർമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പ്രസിഡന്റ് പുടിന്റെ പരാമർശം. ബ്രസീലിൽ 2022 തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും മുൻ പ്രസിഡന്റ് ജെയർ ബൊൽസനാരോയെ അധികാരത്തിൽ നിലനിർത്താൻ ഗൂഢാലോചന ചെയ്ത 10 പേരെ വീട്ടുതടങ്കലിൽ വയ്ക്കാൻ ബ്രസീൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. ബൊൽസനാരോയുടെ മുൻ ഉപദേഷ്ടാവും ഇതിൽപ്പെടുന്നു. എൽ സാൽവദോറിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ച മുൻ പോലീസ് മേധാവി പാരാഗ്വേയിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർണാടകയിലെ കാർവാർ നാവികതാവളത്തിൽ അന്തർവാഹിനി യാത്ര നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്ത്. ഇന്ത്യയെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നതെന്നും യുവശക്തിയാണ് ഇതിന് പ്രധാന കാരണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ ഒഡീഷയിൽ BLOമാരുമായി സംവദിക്കും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം.
84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.